ഇന്ന് പല സഭകളും ആരാധനയിൽ പോലും പങ്കെടുക്കുവാൻ വിശ്വാസികൾ താല്പര്യമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ യുവജനവാരം ആഘോഷിക്കുവാൻ നിങ്ങൾ കാണിച്ച ആ പ്രവർത്തനം വലുതാണ്. ഒരു 10 വർഷം മുന്നേ എൻ്റെ സഭയിൽ യുവജന സംഘടനാ സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിച്ചു ഞാൻ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് മാത്രമാണ് എനിക്കന്ന് സംഘടനയുടെ സെക്രട്ടറി ആകുവാൻ സാധിച്ചത്. ഓരോ വർഷം കഴിയും തോറും ഓരോ വ്യക്തികൾ മത്സരമാണ് അവിടെ സംഘടന ഭാരവാഹിത്വം ഏറ്റെടുക്കുവാൻ. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസം യുവജന സംഘടന സെക്രട്ടറിയാക്കുവാൻ ഒരു വ്യക്തിയെ തേടി അലയുന്ന ഒരവസ്ഥ എൻ്റെ സഭയിലുണ്ടായി. ഇന്നെൻ്റെ സഭയിൽ മാത്രമല്ല, മഹായിടവകയിൽ പല സഭകളും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് യുവജനങ്ങളുടെ പങ്കാളിത്തം സഭയിൽ ഇല്ലാതാവുന്നു. യുവജനങ്ങളുടെ പങ്കാളിത്തം സഭയിൽ ഈ നാളുകളിൽ ഇല്ലാതാകുന്നു എന്ന് അറിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് നാളെ സഭയെ നയിക്കുവാൻ ഒരു തലമുറ നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നതാണ്. നാളെ സഭയുടെ നേതൃത്വം വഹിക്കേണ്ടവരാണ് യുവജനങ്ങൾ. ആ തലമുറയാണ് ഇന്ന് സഭയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ അച്ഛൻ 35 വയസ്സ് കഴിഞ്ഞെങ്കിലും യുവത്വത്തിൻ്റെ ചുറുചുറുപ്പിലാണ്. മുൻനാളുകൾ മഹായിടവകയുടെ വിവിധങ്ങളായ ബോർഡുകളിൽ അച്ഛൻ്റെ പ്രവർത്തനം എന്നും യുവജനങ്ങൾക്ക് പ്രചോദനമായിരുന്നു. തൊട്ടുമുന്നേ ഇരുന്ന സഭയിൽ അന്വേഷിച്ചാലും അതറിയാം, എൻ്റെ വീടിൻ്റെ അടുക്കെയാണ് അച്ഛൻ ഇരുന്നത്. ഒരു കൂട്ടം യുവജനങ്ങളെ എപ്പോഴും അച്ഛൻ കൊണ്ടു നടന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, സഭാ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആ നാടുകളിൽ നടത്തി. അപ്രകാരം ഇവിടെയുള്ള യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ, വിവിധങ്ങളായ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ സാധിച്ചു. എനിക്കും നിങ്ങളോടൊപ്പം ഇന്ന് അനുഗ്രഹീതമായ ഒരു ആരാധനയിൽ പങ്കുചേരുവാൻ സാധിച്ചു. ഫേസ്ബുക്കിലൂടെ മിക്കവാറും ആരാധന ഞാൻ ഓൺലൈനിൽ കാണാറുണ്ട്. ഇന്ന് നിങ്ങളുടെ മധ്യേ ആയിരുന്നപ്പോൾ അതാണ് ഞാൻ ഓർത്തത്. വളരെ സന്തോഷവുമുണ്ട്. ഈ യുവജനവാരം ആഘോഷിക്കുമ്പോൾ എത്ര യുവജനങ്ങൾക്കാണ് അതിൽ പങ്കാളിയാകുവാൻ സാധിച്ചതെന്ന് നാം ആലോചിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു രംഗം കാണുവാൻ സാധിക്കും, ഒരു കഥാപാത്രത്തെ കാണുവാൻ സാധിക്കും. ശിംശോൻ ഫെലിസ്ത്യരുടെ വലിയ കൊട്ടാരത്തിൽ 2 കണ്ണും അന്ധമായി മാവരയ്ക്കുന്ന ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന ശിംശോനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ അപ്പനും അമ്മയും വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ അവർക്ക് ലഭ്യമായ ഒരു മകനാണ് ശിംശോൻ. എന്നാൽ തനിക്ക് ലഭ്യമായ കഴിവുകൾ, തനിക്ക് ലഭ്യമായ ആരോഗ്യമെല്ലാം ദൈവത്തിന് വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് നടന്ന ഒരു കാലഘട്ടം. ആ ശിംശോൻ അവിടെ ആയിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ കഴിവുകൾ എനിക്ക് തിരിച്ചു നൽകണം, എനിക്ക് ഒരു അവസരം ദൈവമേ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ദൈവം ഒരു അവസരം കൊടുക്കുന്നു. തൻ്റെ മുടി തിളർക്കുന്നു. താൻ ഫെലിസ്ത്യരുടെ കൊട്ടാരം മുഴുവനും തകർത്തുന്ന കാഴ്ച ആ അധ്യായത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് സഭകളിൽ പ്രവർത്തിക്കുവാൻ, ഡിസ്ട്രിക്ട് തലത്തിൽ പ്രവർത്തിക്കുവാൻ, ഏരിയ തലത്തിൽ, മഹായിടവക തലത്തിൽ പ്രവർത്തിക്കുവാൻ നിരവധി അവസരങ്ങൾ നമുക്കെല്ലാവർക്കും ലഭ്യമാണ്. ഈ അവസരം എത്ര പേർ പ്രയോജനപ്പെടുത്തുന്നു? ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ അവസരം ശിംശോൻ പ്രയോജനപ്പെടുത്തി ആ കൊട്ടാരത്തെ തകർത്തു. യുവജനങ്ങളായിരിക്കുന്ന നമുക്ക് ഈ നാളുകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ എത്ര പേരാണ് പ്രയോജനപ്പെടുത്തുന്നത്?
സഭാപ്രസംഗി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. സഭാപ്രസംഗിയിൽ ഇപ്രകാരം പറയുന്നു: ബാല്യവും യൗവനവും മായയത്രേ. കുറച്ചു നാളുകൾ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും എല്ലാത്തിനും ലഭ്യമായിരിക്കുന്നത്. ഈ കാലഘട്ടം ദൈവത്തിന് പ്രയോജനമുള്ളതായി തീർക്കുവാൻ എല്ലാ യുവജനങ്ങളും ശ്രമിക്കണം. പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സഭയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകും. ജോസഫിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയാം, മുന്നിലൊരു രാജസിംഹാസനം ഇരിപ്പുണ്ട്. എന്നാൽ സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളയാതെ, പൊട്ടക്കിണറിൽ വീഴാതെ, അടിമച്ചന്തയിൽ വിൽക്കാതെ ജോസഫിന് ആ രാജസിംഹാസനം ലഭ്യമായി തീർന്നില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മുന്നിലൊരു വാഗ്ദാന ഭൂമി ഉണ്ടായിരുന്നു. 40 വർഷം മരുഭൂമിയുടെ താഴ്വരയിൽ കൂടെ സഞ്ചരിക്കാതെ, കാലുകൾ വിണ്ടുകയറാതെ അവർക്കും ആ കനാൻ ദേശം ലഭ്യമായി തീർന്നില്ല. പ്രതിസന്ധികൾ വരും. അതെല്ലാം തരണം ചെയ്ത് ശക്തമായി സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സഭ ഈ സമൂഹത്തിന് തണൽ നൽകുന്ന ഒരു സഭയായി തീരുവാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നാളുകളിൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ദക്ഷിണ കേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഏതാവശ്യത്തിനും ഏതു സമയത്തും ദക്ഷിണ കേരള മഹാ ഇടവക യുവജന ബോർഡുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഏതു കാര്യത്തിനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ നമ്മളുണ്ട്. ഐക്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.